ടി എൻ പ്രതാപൻ ചേരുന്നുണ്ട്. ശ്രീ പ്രതാപൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ പരാതി ഗൗരവമായി പരിഗണിച്ചില്ല എന്ന് കോൺഗ്രസിന്റെ അഭിപ്രായമുണ്ടോ? ഇപ്പോൾ കേസ് എടുക്കാമെന്ന് അഡ്വക്കേറ്റ് അസഫ് അലിയോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ സ്വമേധയായ വിഷയത്തിൽ അവിടെ ഇത്തരത്തിലൊരു ക്രിമിനൽ കേസ് കൂടി ഉൾപ്പെടുന്നതുകൊണ്ട് പോലീസിന് അത് കേസ് എടുക്കാവുന്നതാണ് എന്ന് പറയുന്നുണ്ട്. കൊടുത്തിരിക്കുന്ന പരാതിയിൽ പോലീസ് എന്ത് നടപടിയിലേക്ക് കടന്നു എന്ന് താങ്കൾ അറിയുന്നു? അതിൽ തൃപ്തരാണോ കോൺഗ്രസ്? തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട സന്ദർഭത്തിൽ തന്നെ പരാതി കൊടുക്കുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കൊടുത്തു. അന്ന് തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിക്കുന്ന ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ IAS-നും നമ്മളന്ന് പരാതി കൊടുക്കുകയുണ്ടായി. ആ പരാതി ഒന്നും ഗൗരവത്തിലെടുത്തില്ലെന്ന് മാത്രമല്ല, ഞങ്ങളോടന്ന് പറഞ്ഞത് വോട്ടർ പട്ടിക പേര് വന്നാൽ അവർ വോട്ട് ചെയ്യും, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് അന്ന് ജില്ലാ കളക്ടർ ഞങ്ങളോട് പറഞ്ഞത്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് ചെന്ന് തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകേണ്ട, തെളിവ് സഹിതം പരാതി നൽകേണ്ട, മുൻപ് നൽകിയതിന്റെ കോപ്പിയും കൊടുത്തിട്ടുണ്ട്, പുതിയ പരാതിയും കൊടുത്തിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ ക്രിമിനൽ കേസ് എടുക്കാം. ഞങ്ങൾ സെക്ഷൻ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ സെക്ഷൻ കൂടി കോട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും പുതിയ ഭാരതീയ ന്യായ സംവിധാനം വരുന്നതിന് മുൻപ് ഇന്ത്യൻ ശിക്ഷാ നിയമം IPC നിലനിൽക്കുമ്പോൾ ഉള്ളതാണ് ഈ കേസ്. അതുകൊണ്ട് പഴയ സെക്ഷൻ പ്രകാരം തന്നെ കേസെടുക്കാൻ പോലീസിന് പറ്റും. പോലീസ് പിന്നെ സിറ്റി കമ്മീഷൻ ഓഫീസിൽ നിന്നും എനിക്ക് പരാതി കൊടുത്തതിന് റെസിപ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട്, പരാതി സ്വീകരിച്ചതായി. അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. പോലീസ് ACPയെ ചുമതലപ്പെടുത്തിയത് മനസ്സിലാക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അനന്തര വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ഞങ്ങൾ കാത്തു നിൽക്കുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്. ശനിയും ഞായറും 2 ദിവസം കാക്കും. ഇല്ലെങ്കിൽ അടുത്ത നടപടിയിലേക്ക് പോകും. പിന്നെ അഡ്വക്കേറ്റ് അസഫ് അലി സൂചിപ്പിച്ചതുപോലെ ഇതിനകത്ത് പിന്നെ പോലീസിന് ക്രിമിനൽ കേസ് എടുക്കാം, സ്വമേധയം എടുക്കാമെന്ന് അസഫ് അലി പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമോപദേശമാണ്. അത് പോലീസ് ചെയ്തിട്ടില്ല. കേരളത്തിലെ പോലീസ് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ ACPക്ക് താങ്കൾ നൽകിയ പരാതിയിലെ തുടർ നടപടി ലാഗ് ഉണ്ടെന്നാണോ മനസ്സിലാക്കുന്നത്? എന്തുകൊണ്ട് ആ ലാഗ് വരുന്നു എന്നുള്ളതാണ്. ഇതിനകത്ത് പോലീസ് തൽക്കാലം വിശ്വാസം അർപ്പിക്കാം. പോലീസ് ലാഗ് ചെയ്യുമെന്ന് നോക്കട്ടെ. കാരണം പോലീസ് എന്നോട് പിന്നെ സിറ്റി കമ്മീഷണർ പറഞ്ഞത് ലീഗൽ അഡ്വൈസ് കൂടി എടുക്കണമെന്നാണ്. ഞങ്ങൾ ലീഗൽ അഡ്വൈസ് കൂടി എടുത്തിട്ടാണ് ഈ പരാതി എല്ലാം കൊടുത്തത്. പോലീസിൻ്റെതായ ലീഗൽ അഡ്വൈസ് കൂടി എടുക്കും എന്ന് പറഞ്ഞു. പക്ഷെ അത് ലീഗൽ അഡ്വൈസ് എത്ര അധികം ദിവസം വേണ്ടി വരുമോ എന്നുള്ളതൊരു സംശയത്തിൽ നിൽക്കുകയാണ്. കാരണം ADGP MR അജിത് കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ BJPയുടെ കൂടെ ആയിരുന്നു എന്ന കാര്യം ഓർമ്മയുണ്ട്. പഴയ പിന്നെ സിറ്റി കമ്മീഷണറും പിന്നെ BJPയെ തൃശ്ശൂർ പൂരം സമയത്ത് സുരേഷ് ഗോപിയെ സഹായിച്ച ആളുകളാണ്. പോലീസിലും BJPക്ക് അനുകൂലമായ ഫ്രാക്ഷൻ ഉണ്ട്. പോലീസിലും BJPക്ക് അനുകൂലമായ ഫ്രാക്ഷൻ കേരള പോലീസിലും ഉണ്ട് എന്ന കാര്യം ഉറപ്പിച്ചു പറയാണ്. അല്ല, അത് സർക്കാർ എത്രത്തോളം അനുവദിക്കും എന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ച കാര്യമാണ്. ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച അഭിമാന പ്രശ്നമാണ്. ഇത് ഇത്തരത്തിൽ കേരളത്തിൽ കൂടി സംഭവിച്ചു എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സർക്കാർ അതിനനുസരിച്ച് പ്രവർത്തിക്കില്ലേ? നോക്കാം. സർക്കാർ ഈ കാര്യത്തിൽ പോലീസിന് എന്ത് ഡയറക്ഷൻ കൊടുക്കും എന്നുള്ളത് നമ്മൾ സൂക്ഷ്മ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, താങ്ക് യു ടി എൻ പ്രതാപൻ പ്രതികരിച്ചതിന്.